Question number 15, solutions എന്ന ചാപ്റ്ററിൽ നിന്ന് abnormal molecular mass and abnormal molar mass and Van Hoff factor എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം. We have three aqueous solutions of sodium chloride labeled as A, B and C with concentration 0.1 molar, 0.01 molar and 0.001 molar respectively. The value of Van Hoff factor I for these solutions will be in the order. ഈ ചോദ്യം നമ്മൾ പലപ്പോഴും NCERT-യിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ NCERT-യിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ടേബിൾ 2.4-ൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ടേബിൾ കാണാം. അവിടെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ് 4 സാൾട്ടുകളുടെ ഐ വാല്യൂ 3 ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനുകളിൽ എത്രയായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ സോഡിയം ക്ലോറൈഡ് ആണ് നമുക്ക് വേണ്ടത്. 1.87, 1.94, 1.97. ദാറ്റ് മീൻസ് ഡൈല്യൂട്ടഡ് ആകും തോറും കോൺസെൻട്രേഷൻ കുറയും തോറും കൂടുതൽ അയണൈസ് ചെയ്യും. സോ വാൻ ഹോഫ് ഫാക്ടർ ഓട്ടോമാറ്റിക്കലി കൂടും. ആൻഡ് ഫൈനലി നോക്കൂ, 1.97 എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നാൽ അത് 2 ആയിരിക്കും. അപ്പോൾ ആ കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നാൽ ഉണ്ടാകുന്ന വാല്യൂവിൽ അടുത്തേക്ക് അവർ വരുന്നു ഡൈല്യൂട്ട് ചെയ്യും തോറും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഏറ്റവും കുറവ് IA ആയിരിക്കും, ഏറ്റവും കൂടുതൽ IC ആയിരിക്കും. ഓപ്ഷൻ 1 is the right answer.